സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിൽ നമുക്ക് പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം നമ്മൾ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ദൈവമില്ലാത്തവരും ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും പ്രത്യാശ ഇല്ലാത്തവരും ആയിരുന്നു. എഫേസ്യർ 2:11-12 വാക്യങ്ങളാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. അങ്ങനെ കിടന്നിരുന്ന ഇടത്ത് നിന്ന് കർത്താവ് നമ്മെ തേടി വന്ന് സ്നേഹിച്ച് രക്ഷിച്ച് ഉയർത്തി സ്വർഗത്തിൽ തന്നോട് കൂടെ ഇരുത്തിയിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ വലിയ പദവി ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. ആ അവകാശത്തിൽ സ്വർഗരാജ്യത്തിലെ എൻ്റെ സഹ പൗരന്മാരായ, സ്വർഗീയ സുവിശേഷ രണാങ്കണത്തിലെ എൻ്റെ സഹ ഭടന്മാരായ, നിത്യതയുടെ അവകാശത്തിൽ എൻ്റെ കൂട്ടവകാശികളായ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്ന വെല്ലുവിളികൾ, സാധ്യതാ വെല്ലുവിളികളെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നും ഇല്ല എന്ന് കരുതുന്നു. എങ്കിൽ നമുക്കിന്ന് ചിന്തിപ്പാനുള്ളത് ഫിലദൽഫിയ സഭയോട് ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ എന്നുള്ളതാണ്. പ്രോമിസസ് ടു ദ ചർച്ച് അറ്റ് ഫിലദൽഫിയ. പ്രോമിസസ്, പ്രോമിസസ് ഓഫ് റിവാർഡ്സ്, പ്രതിഫലങ്ങളുടെ വാഗ്ദത്തങ്ങൾ. കർത്താവ് ഒരു തെറ്റും പറയാത്ത, ഒരു കുറ്റവും പറയാത്ത ഈ സഭയ്ക്ക് വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. ഈ സഭയ്ക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങൾ ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുത്ത വാഗ്ദത്തം അല്ലെങ്കിൽ പ്രതിഫലങ്ങളെ കുറിച്ചുള്ള പ്രോത്സാഹനം, അത് രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സഭയുടെ ഐഹിക അസ്തിത്വത്തിൽ തന്നെ, ഈ ലോകത്തിൽ വെച്ച് തന്നെ സഭയ്ക്ക് കർത്താവ് കൊടുക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. രണ്ട്, വരുവാനുള്ള ലോകത്തിൽ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം.
അവർക്കുള്ള വാഗ്ദത്തങ്ങൾ. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. അതിന്റെ 9-ാമത്തെ വാക്യം. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. ഈ ലോക ജീവിതത്തിൽ വെച്ച് ഫിലദൽഫിയ സഭയ്ക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്, പ്രതിഫലത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. നാം അതിന്റെ മറ്റു ചില ഭാഗങ്ങൾ ഇതിനു മുമ്പ് ഈ വാക്യത്തിൽ നിന്ന് തന്നെ പഠിച്ചു. ഇവിടെ വാഗ്ദത്തം അല്ലെങ്കിൽ പ്രതിഫലം എന്ന അർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വർത്തമാനകാലത്തിൽ, ഈ പ്രസന്റ് ഡേയിൽ കർത്താവ് പറയുന്നത് ശത്രുക്കളെ, വ്യാജന്മാരെ ഇവരുടെ മുൻപിൽ മുട്ടുകുത്തുമാറാക്കും എന്നുള്ളതാണ്. സ്തോത്രം. Here is the first promise that is very much related to the present or the current existence of the church. That God will let false Jews come and bow down to this church. അപ്പം അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്, Christ will prove that Christ or God loves this church. ദൈവം ഈ സഭയെ സ്നേഹിക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുക കൂടെ ചെയ്യും. ഇത് വർത്തമാനകാല ജീവിതത്തിൽ അവർക്ക് അനുഭവിപ്പാൻ കഴിയുമായിരുന്ന ഒരു പ്രതിഫലത്തിന്റെ വാഗ്ദത്തമാണ്. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് പഴയ നിയമത്തിലാണ്. ഈ വാഗ്ദത്തം ദൈവസഭയ്ക്ക് പതിനാലാമത്തെ വാക്യം, ഐശയ്യ 60 verse. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. യഹൂദനും യെരുശലേം നഗരത്തിനും ഭാവിയിൽ വരുവാനിരിക്കുന്ന വിജയത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. യെരുശലേമിനെ നിന്ദിക്കുന്ന, ഇസ്രായേലിനെ നിന്ദിക്കുന്ന ജാതികൾ ദൈവത്തിന്റെ ജനമായ യഹൂദന്റെ മുമ്പിൽ മുട്ടുമടക്കുമാറാക്കും എന്നുള്ള വാഗ്ദത്തമാണ്. 45:14, 45 verse 14. 45:14.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായകന്മാരായ നബായരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവൻ നിന്റെ പിന്നാലെ നടക്കും. ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി, നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. സ്തോത്രം. ഇതൊക്കെ ഭാവി കാലത്ത് യഹൂദന് സംഭവിപ്പാനിരിക്കുന്ന വിജയത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. അക്ഷരീയമായി സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിലെ അധികായന്മാർ, ബലവാന്മാർ ഒക്കെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ യാചിച്ചുകൊണ്ട്, മുട്ടുകുത്തിക്കൊണ്ട്, നിന്റെ നടുവിൽ മാത്രമേ ദൈവമുള്ളൂ, നിങ്ങൾ മാത്രമേ ദൈവജനങ്ങളായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരാജയം അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കാൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയും. യെശയ്യാവ് പറഞ്ഞതുപോലെ തന്നെ സഖറിയാവും ഇവിടെ പറയുന്നു. പറഞ്ഞതിന്റെ സാരം, ഭാവി കാലത്ത് പ്രത്യേകിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തു ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന സമയം യഹൂദന്റെ സുവർണ കാലഘട്ടമായിരിക്കും. അവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു സാമ്രാജ്യം. അന്ന് ജാതികൾ യഹൂദന്മാർക്ക് കീഴടങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും യഹൂദന്റെ ദൈവത്തെ സേവിക്കുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഫിലദൽഫിയ സഭയോട് കർത്താവ് എടുത്തു പറയുകയാണ്. അതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. അതാണ് കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും കൂടെ, ഗലേഷ്യൻസ് 6:16, ഗലാത്യർ 6:16. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സഭ, ഇനി റോമാലേഖനം 2:28-29 കൂടെ വായിച്ചു എന്നിട്ട് പറയാം. റോമൻസ് 2:28 and 29, 2:28-29. കിട്ടിയില്ലേ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ.
അക്ഷരത്തിലല്ല, ആത്മാവിനുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. സ്തോത്രം. പൗലോസ് പറയുന്നു, യഹൂദൻ എക്സ്റ്റേണലി, ബാഹ്യമായ രീതിയിൽ ജനനം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ന്യായപ്രമാണ അനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊക്കെ യഹൂദന്മാരുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, അതല്ല അബ്രഹാമിന്റെ കുടുംബത്തിലോ 12 ഇസ്രായേല്യ ഗോത്രങ്ങളിൽ ഏതില്ലെങ്കിലും ഒന്നിലോ ജനിച്ചത് കൊണ്ടോ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റത് കൊണ്ടോ ഒന്നും നിങ്ങൾ യഹൂദനാകുന്നില്ല. യഥാർത്ഥ യഹൂദൻ അകമേ ഉള്ളവനാണ്, അകമേ യഹൂദനായവൻ, അകമേ പ്രമാണമുള്ളവൻ, അകമേ ഭക്തനായവൻ, രഹസ്യ ഭക്തിജീവിതം നയിക്കുന്നവനാണ് യഹൂദൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം എന്ന് ഇവിടെ പറയുന്നു. ആ അർത്ഥത്തിൽ അക്ഷരീക യഹൂദന്മാർക്ക് വേണ്ടി ഭാവിയിലേക്ക് ദൈവം പ്രവാചകന്മാരിൽ കൂടെ കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ചിലത് ഇപ്പോൾ പുതിയ നിയമകാലത്ത് ദൈവമക്കളായി തീർന്നവർക്ക് അഥവാ ദൈവസഭയ്ക്ക് യേശു എടുത്ത് നൽകുന്ന ഒരു സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ വൈരികൾ, സുവിശേഷത്തിന്റെ വൈരികൾ, കള്ള യഹൂദന്മാർ, കപടഭക്തന്മാർ ദൈവസഭയുടെ മുൻപിൽ പരാജയം സമ്മതിക്കുന്നതും, 2 ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നതുമായ 2 വാഗ്ദത്തങ്ങളാണ് നമുക്ക് 9-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിഞ്ഞത്. സോറി, ഇതാണ് 1-ാമത്തെ വാഗ്ദത്തം. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ സംഭവിക്കും. അത് പലപ്പോഴും വ്യക്തിപരമായി ദൈവമക്കൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മിലും പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലോ സഭയിലോ ജോലി സ്ഥലത്തോ താമസ സ്ഥലത്തോ ഒക്കെ നമുക്കെതിരെ ധാരാളം ആരോപണങ്ങൾ വളരെ നിശ്ചിതമായിട്ടുള്ളത്, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ളത്, ആരെങ്കിലുമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ വേറെ ഒന്നും പ്രതികരിക്കാൻ പോകുന്നില്ല, വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, കൂട്ടിച്ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ദൈവം ഒരു സമയത്ത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ, ബ്രദറെ, അങ്കിളെ, എന്താന്ന് വെച്ചാൽ സംബോധന ചെയ്ത്, സോറി കേട്ടോ, തെറ്റിപ്പോയി, അന്നേരത്തെ ഒരു ദേഷ്യത്തിന്, അന്നേരത്തെ ഒരു ചിന്തയ്ക്ക് ഓക്കെ അങ്ങനെ അങ്ങ്
പറഞ്ഞു പോയതാ, ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ പറയാൻ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. പല സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ അവരോട് കൈപ്പൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ട. വ്യക്തിപരമായി ഓരോ ക്രിസ്തു വിശ്വാസിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെയെങ്കിലും വ്യാജ ആരോപണങ്ങളിലൂടെ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ, അപമാനിക്കുന്നെങ്കിൽ, അവകാശപ്പെട്ടത് നിഷേധിക്കുന്നെങ്കിൽ, സ്തോത്രം, നിഷേധിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. മനസ്സിലാവുന്നുണ്ടോ? വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ച ചില യോഗങ്ങൾ റദ്ദാക്കിയവരെ എനിക്കറിയാം. ഈ ആഴ്ചയിൽ സംഭവിച്ച ഒരു കാര്യം എൻ്റെ ഒരു സ്നേഹിതന് സംഭവിച്ചതാണ്. അദ്ദേഹം ദൈവവചനത്തിന്റെ സത്യം ഒരു സഭയിൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ കോൺഫറൻസിൽ ബുക്ക് ചെയ്തിരുന്ന തൻ്റെ പ്രോഗ്രാം ക്യാൻസലാക്കി. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് വ്യക്തിപരമാകാം, കുടുംബപരമാകാം, സഭാപരമാകാം. പക്ഷേ ദൈവം എന്ത് ചെയ്യും? ആ കാര്യങ്ങളെ കലങ്ങിത്തിരിഞ്ഞ്, കലങ്ങിമറിഞ്ഞ്, തെളിഞ്ഞ്, കതിരും പതിരും തമ്മിൽ വേർതിരിയത്തക്കതുപോലെ മുഖാന്തരങ്ങൾ ഉണ്ടാക്കും. ഇതിൽ പങ്കാളികളായ ചിലരെങ്കിലും വന്ന് നമ്മോട് ക്ഷമാപണം നടത്തി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നതിനിടയാക്കും. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവത്തിന് പോലും എന്നോട് കരുതലൊന്നും, തമ്പുരാൻ പോലും എന്നോട് പിണങ്ങിയിരിക്കുക. ചിലപ്പം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ താങ്ങാനൊക്കാത്ത ഭാരമാണ്. എൻ്റെ ദൈവമേ, നീയും ഈ മനുഷ്യന്മാരെ പോലെ ആയോ എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്ന ഒരു സന്ദർഭം. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിവിധ സാഹചര്യങ്ങളിലൂടെ നാമൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം ഈ അനുഭവങ്ങളിൽ. സ്തോത്രം. പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനങ്ങളായി മാറിയില്ലേ? സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തെ കൂടുതൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇതല്ലേ? പക്ഷേ ഞാൻ നിന്നെ സംശയിച്ചു പോയി. സ്തോത്രം. അതെ, അതാണ് ഇവിടെ സഭയോട് കർത്താവ് പറയുന്നത്. അത് വ്യക്തിപരമായും നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അത് നമുക്ക് വ്യക്തിപരമായും ഏറ്റെടുക്കാം. സ്തോത്രം. രണ്ടാമത്തെ ഒരു വാഗ്ദത്തം, പത്താമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ
ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാക്കാലത്ത് ഞാനും നിന്നെ കാക്കും. നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചു, അതുകൊണ്ട് വിവരണം ആവശ്യമില്ലല്ലോ. കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ വാഗ്ദത്തമാണ് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. സ്തോത്രം. അപ്പോൾ ഏത് സമയത്തെക്കുറിച്ചാണ് പറയുന്നത്? എപ്പോൾ ഉണ്ടാകുന്ന, എപ്പോൾ ദൈവം നൽകുന്ന വാഗ്ദത്തം, എപ്പോഴത്തേക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണത്? അതായത് ഭൂതലത്തിൽ ജീവിക്കുന്ന സമയം, വർത്തമാനകാലത്തില. സഭയുടെ ഭൗമവാസത്തിൽ. മഹോപീഡനം എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. എന്നാൽ ഭൂതലത്തിൽ സഭയായിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കുള്ളൊരു വാഗ്ദത്തമാണ്. അതായത് സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞിട്ടുള്ളൊരു വാഗ്ദത്തം അല്ല. ഇതിന്റെ നിവൃത്തി ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിറവേറും എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പഠിച്ചത് കൊണ്ട് ഇതിൽ കൂടുതൽ വിശദീകരണം അതിന് വേണ്ടല്ലോ. സ്തോത്രം. പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ് കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ. ഇതിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എങ്കിൽ മൂന്നാമത്തെ വാഗ്ദത്തത്തിലേക്ക് പോകാം. അത് ഭാവിപരമായിട്ടുള്ള സംഗതികളാണ്, നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. പന്ത്രണ്ടാമത്തെ വാക്യം, 3:12. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. മൂന്നാമതായി നമുക്ക് കാണുന്നത് ഭാവിപരമായി നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതായി നാം ഇവിടെ കാണുന്നതാണ്. ഈ 12-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. സ്തോത്രം. Christ is promises that the overcomers will be made a pillar in the temple of God. അക്ഷരികമാണോ ഈ വാഗ്ദത്തം? അല്ല, അക്ഷരികമല്ല. ഇറ്റ്സ് നോട്ട് എ ലിറ്ററൽ പ്രോമിസ്. ദൈവത്തിന്റെ ആലയത്തിന്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് തൂണ് വേണോ? വേണ്ട. പില്ലറും ബീമും ഒന്നും വേണ്ട. സ്തോത്രം.
അതന്നെയല്ല, ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതമൊക്കെ നയിച്ചവരെ കർത്താവ് കൊണ്ടുപോയിട്ട് ആ വലിയ ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിൽ നടുക്കുകൊണ്ട് തൂണായിട്ട് ഉറപ്പിച്ച് നിർത്തുകയാണോ ചെയ്യുന്നത്? അല്ല. ഇത് അക്ഷരീയമായ ഒരു വാഗ്ദത്വം അല്ല. ഇറ്റ്സ് നോട്ട് എ ലിറ്ററൽ പ്രോമിസ്. We don't need to take it literally. ഇത് നമുക്ക് അക്ഷരീയമായിട്ട് എടുക്കണ്ട. ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം, അക്ഷരീയമല്ല. ഇറ്റ്സ് എ ഫിഗറേറ്റീവ് യൂസേജ്. ഇതുപോലൊരു ഫിഗറേറ്റീവ് യൂസേജ്, ഒരു പ്രതീകാത്മകമായ പ്രയോഗം നമുക്ക് ഗലാത്യർ 2:9 കാണാം. ഗലേഷ്യൻസ് 2:9. ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും ഊണുകളെ എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും. മതി. നമുക്ക് അവിടെ വേണ്ടത് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന കേഫാവും പിന്നെ യാക്കോബും യോഹന്നാനും. ആദിമ ദൈവസഭയിൽ തൂണുകളായി ഈ 3 പേരെയാണ് എണ്ണിയിരുന്നത്. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 3 പേർ. അപ്പൊ ഈ പത്രോസും കേഫാം എന്ന് പറഞ്ഞ പത്രോസ്, യോഹന്നാനും യാക്കോബും, ഇവര് 3 പേരും ദൈവസഭയുടെ തൂണുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരീയമായിരുന്നില്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്താ ഇവര് തൂണുകൾ എന്നതിന്റെ അർത്ഥം? ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നല്ലേ പാസ്റ്റർ? ഉറപ്പിച്ചു നിർത്തുന്നവർ. മറ്റെന്തെങ്കിലും? Eminent personality, eminent or strength. ഓക്കെ, എമിനന്റ് പേഴ്സണാലിറ്റീസ്, പ്രധാനപ്പെട്ട പ്രധാനികൾ. വേറെ എന്തെങ്കിലും? ഇവര് 3 പേരും കർത്താവിന്റെ ഇന്നർ സർക്കിൾ ഉള്ളവരായിരുന്നു. എല്ലാ സമയത്തും കർത്താവിനെ കൂടെ ഉണ്ടായിരുന്നവര്. Firm people, firm. ഈ യാക്കോബ് ഏത് യാക്കോബാ? ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്ന യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് അല്ല. അദ്ദേഹത്തെ 12-ാം അധ്യായത്തിൽ വെച്ച് തന്നെ ഹെരോദാവ് ശിരച്ഛേദം ചെയ്തു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായി ആ യാക്കോബ് തീർന്നു. ഇത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. നമുക്ക് യാക്കോബിന്റെ ലേഖനം എഴുതി തന്ന യാക്കോബ്. Firm എന്നുള്ളതാണ് പാസ്റ്റർ. Firm. ഇവിടെ നിത്യതയുമായി ബന്ധപ്പെടുത്തുമ്പം ഫേം എന്നതിന്, ഉറപ്പുള്ളവർ എന്നതിന് പ്രാധാന്യമൊന്നുമില്ല. കാരണം നിത്യതയുടെ ഭവന നിർമ്മാണത്തിനോ നിത്യ ഭവനത്തിന്റെ നിർമ്മിതിക്കോ നിലനിൽപ്പിനോ ഇവരാരും ഒരു ഘടകമേ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ തൂണിന് ഫേം, ഉറപ്പുള്ളവർ, ഉറച്ചു നിൽക്കുന്നവർ, ഉറച്ചു നിൽക്കുമാറാക്കുന്നവർ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനം കൊടുക്കാമെങ്കിൽ കൂടെ നിത്യതയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആലയം, സ്വർഗീയ ദൈവാലയവുമായി ബന്ധപ്പെട്ട്
ഈ അപ്പോസ്തലന്മാരോ ഈ ദൈവസഭാംഗങ്ങളോ ആരുമല്ല ആ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന് ഉറപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥം നമുക്ക് ഇവിടെ സ്വീകാര്യമല്ല. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ഭൂമിയിൽ ദൈവസഭയ്ക്ക് വേണ്ടി അവർ ചുമര് കൊടുത്തതിന് ദൈവം അവരെ സ്വർഗത്തിൽ അംഗീകരിക്കുന്നതായിട്ടോ? ഓക്കെ. സുവിശേഷത്തിന്റെ തൂണുകളായിട്ട് വരും. ഇത് സ്വർഗത്തിൽ തൂണാക്കുന്ന കാര്യമാണ്. സുശേഷീകരണത്തിൽ അത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ എന്ന് പറഞ്ഞാൽ നിത്യതയിൽ അവരെ തൂണുകളാക്കുന്ന. അപ്പൊ അത് ഇതല്ല. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ They endured everything, so they are. Though they were weak, but they endured patiently, so they are getting honored. Yeah, that is the thing. They will be considered important, significant persons in eternity. Okay, this is about being honored. ഇത് ഈ വിശുദ്ധന്മാർ നിത്യതയിൽ ആദരിക്കപ്പെടുന്നതിനെയാണ് കാണിക്കുന്നത്. തൂണെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന അർത്ഥത്തിലാണ്. അവർക്ക് അവിടെ ലഭിക്കുന്ന പ്രാധാന്യതയാണ് കാണിക്കുന്നത്. സ്തോത്രം. ഓക്കെ, അവിടെ ലഭിക്കുന്ന പ്രാധാന്യതയെ. കാരണം നിത്യതയിൽ എത്തുന്ന എല്ലാവർക്കും തുല്യ പദവികളായിരിക്കുമോ? അല്ല. സ്വർഗരാജ്യത്തിൽ ചെറിയവനും വലിയവനും ഉണ്ട്. വലിപ്പച്ചെറുപ്പ് വ്യത്യാസം സ്വർഗരാജ്യത്തിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഇന്ന പോലെ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും, വലിയവൻ എന്ന് വിളിക്കപ്പെടും. സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. എന്നാൽ ഈ ഏറ്റവും വലിയവൻ എന്ന് ഇവിടെ അറിയപ്പെടുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടാം. അപ്പം ചെറിയവരെന്നും വലിയവരെന്നുമുള്ള ആ ഒരു വ്യത്യാസം വ്യക്തികൾക്ക് സ്വർഗത്തിൽ ഉണ്ടാവും. മറ്റൊന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ 43 മുതൽ അല്ലെ 40 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സൂര്യനും ചന്ദ്രനും വേണ്ട ഞാൻ പറഞ്ഞു വിട്ടോളാം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസമുള്ളതുപോലെ നിത്യതയിൽ എത്തുന്നവർ തേജസ്സിന്റെയും മറ്റും വിഷയത്തിൽ വ്യത്യസ്തരായിരിക്കും. ആദരവിന്റെയും പ്രതിഫലത്തിന്റെയും ഒക്കെ വിഷയങ്ങളിൽ വ്യത്യസ്തരായിരിക്കും.
എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ് സഭയോട്, നിങ്ങൾ ഞാൻ തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ സുവിശേഷം പറയുന്നവരും ആത്മാക്കളെ നേടുന്നവരും അല്പമേ ശക്തിയുള്ളൂവെങ്കിലും എൻ്റെ വചനത്തെ കാത്തുകൊള്ളുന്നവരും എൻ്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്നവരും ഒക്കെയായാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? I will honor you. I will honor you. ഞാൻ നിങ്ങളെ പ്രധാനികളായി ആദരിക്കും. അതാണ് തൂണ് എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. എ ഗ്ലോറിയസ് സ്റ്റേറ്റ്. ഗലേഷ്യൻസ് 2:9, ഗലാത്യർ 2:9 വാക്യം. ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളെ എണ്ണപ്പെട്ടിരുന്ന യാക്കോബും ഏഫാവും യോഹന്നാനും നമ്മൾ മുമ്പേ കണ്ട അതേ പ്രയോഗം. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും, 1 Kings chapter 7, 15 to 22, അവിടെയും നമ്മൾ ദേവാലയത്തിലെ തൂണ് കാണുന്നുണ്ട്. എന്താ അവിടുത്തെയും അർത്ഥം? ആ തൂണുകൾ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രാധാന്യതയെയാണ് കാണിക്കുന്നത്. സ്തോത്രം. പ്രാധാന്യതയെ. യെരുശലേം ദേവാലയം ശലോമോൻ പണിതപ്പോൾ അവിടെ പണിത് വെച്ച തൂണുകളെ കുറിച്ചാണ് നാം ആ ഭാഗത്ത് വായിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ തൂണിന്റെ അർത്ഥം അക്ഷരീയമായിട്ട് എടുക്കണ്ട, നിത്യതയിൽ ഈ ജയാളികൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത. അതിന് മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇതിനു മുമ്പിലത്തെ സഭയിൽ കണ്ടത്. ഉടുപ്പും മലിനമാകാത്ത ചിലർ നിനക്ക് അവിടെ ഉണ്ട് സർദീസിൽ. ഞാൻ അവന്റെ പേര്, അവന്റെ നാമം എന്ത് ചെയ്യുമെന്ന കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മറന്നുപോയാ? സാക്ഷീകരിക്കും. എവിടെ? In front of angels, in front of God. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും ഞാൻ അവരുടെ പേരെ ഏറ്റുപറയും. അതും ഓണർ തന്നെയാണ്. അതേ ഏതാണ്ട് അർത്ഥം തന്നെയാണ് ഇവിടെയും. സ്തോത്രം. ഭാഷയും ശൈലിയും ഒന്ന് മാറി എന്ന് മാത്രം. സ്തോത്രം. ഒരു കെട്ടിടത്തിന്റെ തൂണ് എങ്ങനെ ശ്രദ്ധിക്കപ്പെടുമോ, ഒരു കെട്ടിടത്തിന്റെ തൂണ് എത്രയും പ്രാധാന്യം അർഹിക്കുമോ, അതുപോലെ ഈ ജയാളികളായ വിശുദ്ധന്മാർ നിത്യതയിൽ ശ്രദ്ധിക്കപ്പെടും, അവർ ആദരിക്കപ്പെടും, അവർക്ക് അധികം മഹത്വം ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. മനസ്സിലായോ? മുൻപോട്ട് പോകാമോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ശരി, നിങ്ങളുടെ മൗനം ചോദ്യമില്ല എന്നതിന് തെളിവായി ഞാൻ എടുത്തോട്ടെ. 12-ാം വാക്യത്തിൽ നാം അടുത്ത വാഗ്ദത്തം കാണുന്നു. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. ജയിക്കുന്നവനെ തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. നാം ഫിലദൽഫിയ പട്ടണത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതേ സംബന്ധിച്ച് പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Philadelphia was a
was a city prone to earthquakes. ഭൂകമ്പങ്ങൾ, തുടർ ഭൂകമ്പങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു പട്ടണമായിരുന്നു അത്. അതുകൊണ്ട് ഒരു രാജാവ് അതിനേക്ക് കെട്ടിപ്പടി പൊക്കി മഹത്വവൽക്കരിച്ച് വരുമ്പോഴത്തേക്കിനും അടുത്ത ഭൂകമ്പം എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ പോകും. ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇവരോട് പറയുന്നത്, ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, അവൻ അവിടെ നിന്ന് മാറിപ്പോവുകയില്ല. സ്തോത്രം. അവൻ അവിടെ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. അതായത് ഞാൻ ഫിലദൽഫിയയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തം, പ്രതിഫലം ഫിലദൽഫിയ പട്ടണത്തെ പോലെ എപ്പോഴും ആടി ഉലഞ്ഞ, ഇടിഞ്ഞും വീണും പണിതും നിൽക്കുന്ന ഒരവസ്ഥയല്ല. പകരം സ്റ്റെബിലിറ്റി, സ്തോത്രം, സ്ഥിരത. ഫിലദൽഫിയ പട്ടണം പോലെ ഭൂകമ്പങ്ങൾക്കും മാറ്റങ്ങൾക്കും കുലുക്കത്തിനും വിധേയപ്പെടാത്ത ഒരു പട്ടണം, ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതെന്നാണ് യേശു പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. നമ്മൾ ആ കാര്യം പഠിച്ചപ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് പോയി, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാ പഠിച്ചത്? നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. സ്തോത്രം. ഈ കാണുന്നതെല്ലാം ഇളകിപ്പോകുന്നതാ, ആടിപ്പോകും, കാവൽമാടം പോലെ ആടും, ഭൂമി മത്തുപിടിച്ചവനെ പോലെ ചാഞ്ചാടും. എത്ര വലുതൊക്കെ കെട്ടിപ്പൊക്കിയാലും അവയെല്ലാം തകരും. നമുക്കറിയാമല്ലോ, ടൈറ്റാനിക് യവന ഇതിഹാസത്തിലെ ഒരു ശക്തനായ ദേവന്റെ പേരായിരുന്നു ടൈറ്റസ്. അതിൽ നിന്നാണ് ടൈറ്റാനിക്. ആർക്കും ഒന്നിനും ഉടച്ചു കളയാൻ കഴിയാത്ത ഒരപകടവും സംഭവിക്കാത്ത ഒരു കപ്പൽ എന്ന നിലയിലാണ് ടൈറ്റാനിക്കിനെ ഉണ്ടാക്കിയത്. ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി. അതുകൊണ്ട് ഒരു മഞ്ഞുമല ഒഴുകി വരുന്നു എന്ന് കപ്പിത്താന് ലഭിച്ച മുന്നറിയിപ്പ് പോലും അയാൾ അവഗണിച്ചു. ഇത് ടൈറ്റാനിക് ആണ്. പക്ഷേ സംഭവിച്ചത് നമുക്കറിയാം. 2000 ശിഷ്ടം യാത്രക്കാരുമായി അത് മുങ്ങിത്താണു. ഇതുപോലെ ഈ ലോകത്തിലേതെല്ലാം എത്ര ശക്തമെന്ന് പറഞ്ഞാലും ഭൂകമ്പത്തെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെ അതിജീവിക്കുന്ന കെട്ടുപണിയാണ് ഇതെന്നും പറഞ്ഞ് നിർമ്മിച്ചതാണെങ്കിലും ഇവയെല്ലാം തകരും. എന്നാ കർത്താവ് പറയുകയാണ്, ഫിലദൽഫിയ സഭയെ, നീ ജയാളിയാണെങ്കിൽ പട്ടണത്തെ പോലെ സമയാസമയത്ത് ഉടഞ്ഞു പോകുന്ന, കുലുങ്ങിപ്പോകുന്ന, വീണുപോകുന്ന അവസ്ഥകൾ ഇല്ലായിരിക്കും. സ്ഥിരവാസം, നിത്യമായ ഭവനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അതാണ് അവൻ ഒരിക്കലും അവിടെ നിന്നും മാറിപ്പോകയില്ല എന്ന് പറഞ്ഞതിന്റെ സാരം. ഇത്രയും മനസ്സിലായോ? ഇളകാത്ത രാജ്യം, മാറ്റമില്ലാത്ത രാജ്യം,
വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടാത്ത രാജ്യം. സ്തോത്രം. എന്തെങ്കിലും സംശയങ്ങൾ? മനസ്സിലായി. ഓക്കെ. അടുത്തത് 12-ാം വാക്യത്തിൽ തന്നെ അടുത്തതായിട്ട് പറയുന്നു, ജയിക്കുന്നവന് എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ നഗരത്തിന്റെ നാമവും, 3 എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. അടുത്ത വാഗ്ദത്തമാണ് എന്താ? ന്യൂ നെയിംസ്. 3 പുതിയ പേരുകൾ. 3 പുതിയ പേരുകൾ. ഒന്ന്, ദൈവത്തിന്റെ പുതിയ നാമം. 2, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിന്റെ പുതിയ നാമം. പിന്നെ എന്റെ യേശു ക്രിസ്തുവിന്റെ പുതിയ നാമം. കർത്താവ് പറയാണ്, ജയിക്കുന്നവന്റെ മേൽ ഞാൻ ഈ 3 പുതിയ നാമങ്ങൾ എഴുതും. അതെന്താണെന്ന് നമുക്ക് ഇതിൽ കൂടുതലൊന്നും അറിയാൻ ഇവിടെ നിന്നും സാധിക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ പുതിയ നാമം. അതെന്താണെന്ന് നമുക്ക് പിടുത്തമില്ല. അത് പുതിയ നാമമല്ലേ? ആ പുതിയ നാമം ആയതുകൊണ്ട് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അതിന്റെ ചില പൊതുവായ കാര്യം പറയാം. ഈ പുതിയ നാമം, ന്യൂ നെയിംസ് ഗിവൺ ടു ദ സിറ്റി, നമ്മൾ ഫിലദൽഫിയ പട്ടണത്തെ പറ്റി പഠിച്ചപ്പോൾ കണ്ടു. ഓരോ സാമ്രാജ്യം, ഓരോ എംപയേഴ്സ് മാറി വന്നപ്പോഴും, ഓരോ എംപറർ, ഓരോ ചക്രവർത്തിമാര് മാറി വന്നപ്പോഴും ഈ പട്ടണത്തെ അവർ പിടിച്ചിട്ട് അവരുടെ ഭരണാധിപന്റെ പേരിനനുസരിച്ച് പട്ടണത്തിന്റെ പേര് മാറ്റി. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളുടെ പേര് മാറ്റി. ഞാൻ ചില വർഷങ്ങൾ യുപിയിലെ ഝാൻസിയിൽ ഉണ്ടായിരുന്നു. ഝാൻസി റെയിൽവേയുടെ ഒരു പ്രധാന കേന്ദ്രമാണ്, ഒരു പ്രധാന ജംഗ്ഷന്. അവിടെ നിർത്താത്ത വണ്ടിയൊന്നുമില്ല. പല സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്നും വണ്ടി റൂട്ട് തിരിഞ്ഞും പിരിഞ്ഞും പോകുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഞാൻ ഝാൻസി സ്റ്റേഷൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റിംഗ് സൈറ്റിൽ എങ്ങും ഝാൻസി എന്നൊരു സ്റ്റേഷൻ ഇല്ല. അതുവഴി പോകുന്നു എന്നെനിക്കറിയാവുന്ന പല ട്രെയിനുകൾ എടുത്തു. അതിന്റെ റൂട്ട് ഞാൻ നോക്കി. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്റ്റേഷന്റെ പേരുണ്ട്, ഝാൻസിയുടെ പേരില്ല. എനിക്ക് ഒരു വല്ലായ്മ.
പിന്നീടാണ് ഞാൻ അറിയുന്നത് ഝാൻസിയുടെ പേര് മാറ്റിയെന്ന്. ഝാൻസിയുടെ പേര് മാറ്റി. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മുംബൈ എന്നറിയപ്പെടുന്നു. എന്നാൽ നമുക്കൊക്കെ അറിയാവുന്നത് ബോംബെ. പറയാൻ പറ്റില്ല ബോംബെ എന്ന്. പേര് മാറ്റി. റെയിൽവേ സ്റ്റേഷനുകളുടെ, സിറ്റികളുടെ ഒക്കെ പേരുകൾ മാറിക്കൊണ്ടിരിക്കുക. കർത്താവ് അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ കൊടുക്കാൻ പോകുന്ന ആ സിറ്റി, ആ നഗരം, അതിനൊരു പുതിയ പേര് ഞാൻ കൊടുക്കും. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ന്യൂ ജെറൂസലേം. വേറെന്തെങ്കിലും പേര് കൊടുക്കുമോ എന്ന് നമുക്ക് അന്നറിയാം. സ്തോത്രം. ഇങ്ങനെ പേര് മാറ്റുന്നതിൻ്റെ ഒരു തത്വമുണ്ട്. ദർ ഇസ് എ പ്രിൻസിപ്പിൾ ഇൻ ദാറ്റ്. ഈ പേര് കൊടുക്കുന്നത് ഒരു മെമ്മറി, ഒരു സ്മരണികയായിട്ട്, ഒരു സ്മരണയ്ക്ക് വേണ്ടി കൊടുക്കും. സ്മരണയ്ക്ക് വേണ്ടി കൊടുക്കും. മറ്റൊന്ന്, ന്യൂ നെയിംസ് യൂഷ്വലി ഗിവൻ ആസ് ആൻ ഓണർ. ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ പേരിൽ ചില പ്രൈസസ്, ചില പാരിതോഷികങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ. സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാറുണ്ട്, അവാർഡുകൾ കൊടുക്കാറുണ്ട്. ഇതുപോലെ ദൈവം, പുതിയ നഗരം, ക്രിസ്തു, ഇവരുടെയൊക്കെ പുതിയ പേര് കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ സാരം, these overcomers will be honored by giving the names, the new names of God, of the city, and of Christ, the Son of God. സ്തോത്രം. മറ്റൊന്ന്, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ചില കല്യാണ വേദികളിൽ, നമ്മുടെ കല്യാണ വേദികളിൽ ഈ മാരേജ് വോവ്സ്, ഉഭയസമ്മത വാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ ചില പാസ്റ്റേഴ്സ് ഈ മണവാളൻ മണവാട്ടിയോട് പറയുന്നതിനകത്ത് ഒരു വാചകം കൂട്ടിച്ചേർക്കും. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ പല വാചകങ്ങളുണ്ട്. അതിൽ ഒന്നിതാണ്, I will honor you with my name. മണവാളൻ മണവാട്ടിയോട് കൈപിടിച്ച് മുഖത്ത് നോക്കി പറയുന്ന ഒരു വാചകമാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് പറയും, ഞാൻ എൻ്റെ പേരുകൊണ്ട് നിന്നെ ആദരിക്കും. അങ്ങനെ അങ്ങോട്ട് വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റിലൊക്കെ അങ്ങോട്ട് ഒപ്പിട്ടാൽ, രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കല്യാണം നടത്തിയ പാസ്റ്റർ ഒരു അനൗൺസ്മെന്റ് നടത്തും, ഒരു പ്രഖ്യാപനം നടത്തും. ദൈവം ഇവരെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു, ആകയാൽ ഇവർ ഇനിമേലിൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും, അതുകൊണ്ട്,
ഇന്നു മുതൽ ഇവർ മിസ്സിസ് ആൻഡ് മിസ്റ്റർ സോ ആൻഡ് സോ എന്ന് വിളിക്കപ്പെടുന്നതായിരിക്കും. പെൺകുട്ടിയുടെ പേര് അവിടെ പറയത്തില്ല. അവളുടെ പേരിന് പകരം അവിടെ പറയുന്നത് ഈ പുതുതായി സ്വീകരിച്ച, ഇവളെ ഭാര്യയായി സ്വീകരിച്ച, അവൾക്ക് യജമാനനായി തീർന്ന, അവൾക്ക് മണവാളനായി തീർന്ന ഈ പുരുഷന്റെ പേരാ. നമ്മിൽ പലരും ഉണ്ടല്ലോ, ചുരുക്കം ചിലര് പല കാരണങ്ങളാൽ പേര് മാറ്റാത്തവരുണ്ട്. അതല്ലാതെ ഉള്ള എല്ലാവരും വിവാഹശേഷം അപ്പന്റെയും അമ്മയുടെയും പേരെടുത്ത് കളയും. എന്നിട്ട് ഇപ്പം ജീവിതത്തിൽ വന്ന ഭർത്താവിന്റെ പേര് വെക്കും. അത് അവൾക്കും അഭിമാനമാണ്, അവനും അഭിമാനമാണ്. എന്റെ ഭാര്യ, അവളുടെ പേരിന്റെ കൂടെ എന്റെ പേരും കൂടെ വെക്കുമ്പം എനിക്കതൊരു ഭയങ്കര അഭിമാനമായിട്ടാ തോന്നുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആരുടെ നാമമാ? ദൈവത്തിന്റെ നാമം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ അഗൈൻ. God will honor the overcomers with his own name encrypted on him or her. മനസ്സിലായോ? സ്തോത്രം. Praise God. സ്തോത്രം. ചില വലിയ കുടുംബക്കാർ, കുടുംബങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ വലിയ പേരുകേട്ട കുടുംബക്കാരുണ്ട്. സത്യത്തിൽ ആ കുടുംബപ്പേര് ഉപയോഗിക്കുവാൻ അർഹതയുള്ളത് ആ കുടുംബത്തിൽ ജനിച്ചവർക്കേ ഉള്ളൂ. എന്നാൽ ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരപ്പെട്ട ചിലർക്കും കൂടെ ആ കുടുംബപ്പേര് ഉപയോഗിക്കുവാൻ സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ. പക്ഷെ ഞാനിവിടെ എടുത്ത് പറയുന്നില്ലത്. നമ്മുടെ ക്രിസ്തീയ പെന്തക്കോസ്ത് ലോകത്തിൽ തന്നെ അങ്ങനെയുള്ള ഒന്നിലധികം കുടുംബങ്ങളുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം they are honored. പ്രിയരെ, നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉന്നത കുലജാതന്റെ സർണയുമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരുകൊണ്ടല്ല നാം ആദരിക്കപ്പെടാൻ പോകുന്നത്. സാക്ഷാൽ ഉലകത്തിനധിപതിയായ, സകലത്തിൻ്റെയും സ്രഷ്ടാവായ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഏക കർത്താവിന്റെ നാമം ദൈവം നമുക്ക് തന്ന് നമ്മുടെ മേൽ എഴുതി നമ്മെ ആദരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Praise the Lord. That is a sign of a great honor. വലിയ ആദരവിന്റെ സൂചകമാണത്. സ്തോത്രം. മറ്റൊന്ന്, ഈ പേര് കൊടുക്കുന്നത് ഇറ്റ് ഷോസ് ബിലോങ്ങിങ്നെസ്. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അമേരിക്കയിൽ നിന്നും വന്ന ഒരു മിഷണറി സായിപ്പ് പൂനായിൽ വെച്ചൊരു ഫോട്ടോഗ്രാഫറെ കണ്ടു. ഒരു നേപ്പാളിയുടെ ഇന്ത്യക്കാരന്റെയും മകനായി ഒരു വല്ലാത്ത ഇടത്ത് ജനിച്ച, അപ്പനും അമ്മയും ആരെന്നറിയാത്ത ഒരു ചെറുപ്പക്കാരൻ.
എന്നാൽ അവനെ ഈ സായിപ്പിന് ഇഷ്ടമായി. അവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവനെ ദത്തെടുത്തു. അപ്പനും അമ്മയും ആര് എന്നറിയാതെ ജനിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരൻ. അവനെ ഈ സായിപ്പ് ദത്തെടുത്തു. ദത്തെടുത്തിട്ട് സായിപ്പിന്റെ കുടുംബ പേര്, അമേരിക്കക്കാരനായ സായിപ്പിന്റെ കുടുംബ പേര് ഈ അനാഥ ചെറുക്കന് നൽകി. ഇന്ന് അവന്റെ പേരിന്റെ കൂടെ ആ സായിപ്പിന്റെ പേരാ ഉള്ളത്. പാസ്പോർട്ടിൽ വരെ അങ്ങനെയാക്കി. നോക്കണേ, എവിടെ കിടന്നവനാ. പക്ഷേ ഒരു വലിയ മനുഷ്യൻ അവനെ കണ്ട് ദത്തെടുത്തിട്ട് അയാളുടെ പേര് ഇവന്റെ പേരിന്റെ കൂടെ വെക്കാൻ കൊടുത്തു. അതുകൊണ്ട് ഇന്ന് അവൻ ആ സായിപ്പിന്റെ കുടുംബത്തിലെ അംഗമാ. ബിലോങ്ങിങ്നെസ്, ആ കുടുംബത്തിൽപ്പെട്ടവനായിട്ട് മാറിയിരിക്കുക. നമ്മളെ ദത്തെടുത്തതും നമുക്ക് പേര് തരുന്നതും ഇതുപോലെ ഒരു സായിപ്പൊന്നുമല്ല. ഒരു അമേരിക്കക്കാരനോ ഒരു ഓസ്ട്രേലിയക്കാരനോ ഒരു ബ്രിട്ടീഷുകാരനോ അല്ല. സ്തോത്രം. തുല്യം ചൊല്ലാനില്ലാത്ത, ആരും തന്നോട് സമരാകുവാൻ ഒക്കാത്ത, അതുല്യനായ, നിസ്തുലനായ, ഏറ്റവും സ്തുത്യനായ ദൈവം തന്നെ തന്റെ പേര് നമ്മുടെ മേൽ ചെയ്യുകയാ, എഴുതി വയ്ക്കുകയാ. സ്തോത്രം. കല്ലിൽ കുത്തി അക്ഷരം പോലെ. ആ പ്രിയരെ, സ്തോത്രം. ഇന്ന് തന്നെ നമ്മുടെ പേര്, നമ്മുടെ മേൽ അവന്റെ പേരുണ്ട് കേട്ടോ. ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിനകത്ത് നമ്മൾ പാടും, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന. സ്തോത്രം. നമ്മുടെ നെറ്റിയിൽ ഒരു പേരുണ്ടായിരുന്നു. എന്താണ്? എ സ്ട്രേഞ്ചർ ആൻഡ് ആൻ ഏലിയൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന് അന്യൻ, ദൈവീയ അവകാശങ്ങൾക്ക് അന്യൻ എന്ന് നമ്മുടെ നെറ്റിയിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആ എഴുത്തിനെ മായ്ച്ചു കളഞ്ഞു. അതിന് പകരം നമ്മുടെ മേൽ എഴുതി വെച്ചിരിക്കുന്ന പേര് വേറെ ആരുടെയും പേരല്ല. തോമാശ്ലീഹ വന്ന് സ്നാനപ്പെടുത്തി എന്ന് പറയുന്ന പണ്ടത്തെ ഏതോ ബ്രാഹ്മണ കുടുംബക്കാരുടെ പേരൊന്നുമല്ല. അബ്രഹാമിന്റെ തലമുറകളുടെ പേരല്ല. സാക്ഷാൽ നമ്മുടെ കർത്താവിന്റെ തന്നെ പേര് നമ്മുടെ മേൽ എഴുതി നമ്മെ തനിക്കുള്ളവരാക്കി മാറ്റി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. നമ്പേഴ്സ് 22, chapter 6, verses 22 to 27. സ്തോത്രം. അവിടെ എളുപ്പമൊന്ന് വായിക്കുന്നെങ്കിൽ വായിച്ചോ. ഇടയ്ക്കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞാൽ നിർത്തിയാൽ മതി. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം. അത് വീണ്ടും കാണിക്കുന്നത് ഓണർഷിപ്പിനെയാണ്. ഈ നാമം എഴുതി വെക്കുന്നത് കാണിക്കുന്നത് ഓണർഷിപ്പ്. സ്തോത്രം.
എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ ചെരുപ്പില്ലാതെ നടക്കുന്നത്, സ്കൂളിലും ചെരുപ്പില്ലാതെ പോകുന്നത്. എന്നെ പള്ളിയിലൊക്കെ പോകുമ്പോഴാണ് ചെരുപ്പിട്ടുണ്ട് പോകുന്നത്. പാരഗണ്ണിന്റെ റബ്ബർ ചെരുപ്പ്, സ്ലിപ്പർ. എനിക്ക് ഓർമ്മയുണ്ട്, മാറിപ്പോകാതിരിക്കാൻ ഈ സ്ലിപ്പറിൽ ബോൾ പെന്നും കൊണ്ട് പേരെഴുതി വെക്കുമായിരുന്നു. മാറിപ്പോകാതിരിക്കാന്. ഇന്ന് സ്കൂളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ടിഫൻ ബോക്സിലും ബാഗിലും പേനായാലും ഒക്കെ പേരെഴുതി വെക്കും. ഓണർഷിപ്പ്, ഉടമസ്ഥതയെ കാണിക്കുന്നത്. അപ്പൊ കർത്താവ് ദൈവത്തിന്റെയും വിശുദ്ധ നഗരത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും നാമം നമ്മുടെ മേൽ എഴുതുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മെ അവകാശപ്പെടുന്നവനും ഉടമസ്ഥപ്പെടുന്നവനും നമ്മുടെ കർത്താവാണെന്ന്. ആ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയരെ, കാൽവറിയിൽ യേശു ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശുവിന്റെ ക്രൂശ് മരണത്താൽ രക്ഷാനിർണയം പ്രാപിച്ചവർ, പാപമോചനം പ്രാപിച്ചവർ, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ഇന്ന് മുദ്രയിട്ട് സൂക്ഷിക്കപ്പെടുന്നവർ, അവരുടെ മേൽ കർത്താവ് തന്നെ നാമം എഴുതുന്ന ദിവസം അടുത്തു വരുന്നു. അത് ഇന്ന് രാത്രിയാണോ എന്ന് നാം അറിയുന്നില്ല. നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. ബാക്കി കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഈ രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.